സർവ്വരോഗ സംഹാരി എന്നറിയപ്പെടുന്ന ഈ ഔഷധ സസ്യം നമ്മുടെ വീടുകളിൽ ഉണ്ടെങ്കിൽ തന്നെ പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കും അതുപോലെ തന്നെ ചർമ്മ പ്രശ്നങ്ങൾക്കുമെല്ലാം ഒരു ഉത്തമ പരിഹാരമാണ്. ആയുർവേദത്തിൽ പല ചികിത്സകൾക്കും അതുപോലെ തന്നെ പല ഔഷധങ്ങളുടെ നിർമ്മാണത്തിനും ഒഴിച്ചുകൂടാൻ സാധിക്കാത്ത ഒരു ഔഷധ സസ്യമാണ് തുളസി. പലതരത്തിലുള്ള തുളസികളുണ്ടെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ടത് 2 തരത്തിലാണ്. ഒന്ന് വെളുത്ത തുളസി അല്ലെങ്കിൽ രാമതുളസി എന്ന് പറയും. രണ്ടാമത്തെ ടൈപ്പ് കൃഷ്ണ തുളസി അഥവാ കറുത്ത തുളസി എന്ന് പറയും. അപ്പോൾ ഇതിൽ കൃഷ്ണ തുളസിക്കാണ് രാമതുളസിയേക്കാളും കൂടുതൽ ഔഷധ ഗുണമുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഔഷധ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് കൃഷ്ണ തുളസിയായിട്ട് ആണ്. ആയുർവേദത്തിൽ ചരക സംഹിതയിൽ പറയുന്നത് പിരിമുറുക്കം, മാനസിക പിരിമുറുക്കം കുറയ്ക്കാൻ സാധിക്കുന്ന ഔഷധങ്ങളിൽ ഒന്നായിട്ടാണ് തുളസിയെ പറയുന്നത്. അതുപോലെ തന്നെ ജ്വരഗ്ന ഔഷധത്തിലാണ് തുളസിയെ പെടുത്തിയിരിക്കുന്നത്. അതായത് നമ്മുടെ പനി മാറാനൊക്കെ സഹായിക്കുന്ന ഔഷധ ഗണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഔഷധമായിട്ടാണ് തുളസിയെ പറയുന്നത്. നമുക്ക് തന്നെ അറിയാം, ഒരു ചെറിയ പനിക്കാൻ തുടങ്ങുന്ന ഒരു ഫീലിങ്സ് ഒക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ തുളസി ചായ അല്ലെങ്കിൽ തുളസി ഇട്ട് തിളപ്പിച്ച വെള്ളം ചെറു ചൂടോടുകൂടി കുടിക്കുമ്പോൾ തന്നെ നമുക്കതിലുള്ള മാറ്റം തിരിച്ചറിയാൻ സാധിക്കുന്നതാണ് അല്ലേ. നമുക്ക് വിശപ്പുണ്ടാകുന്നതിനും അതുപോലെ തന്നെ ആ പനി വരാൻ പോകുന്ന ആ ഫീലിങ്സ് ഒക്കെ ഒന്ന് മാറ്റി തരാനൊക്കെ സഹായിക്കുന്ന ഒരു ഔഷധമാണ് തുളസി.